നമ്മുടെ ക്ലിനിക്കുകളിൽ കാലുവേദനയുമായിട്ട് വരുന്ന രോഗികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. എന്താണ് വെരിക്കോസ് വെയിൻ? നമ്മുടെ കാലിലെ, അതായത് നമ്മുടെ കാഫ് മസിലിൻ്റെ അവിടെ കാണപ്പെടുന്ന രക്തക്കുഴലുകളാണ് നമുക്ക് വെയിനുകൾ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണയായിട്ട് കാലിൻ്റെ പിറകുവശത്ത് രണ്ട് തരം രക്തക്കുഴലുകളാണുള്ളത്, ആർട്ടറിയും വെയിനും. ഈ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ആർട്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് വെയിനുകൾ എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് നമ്മുടെ കാലിൻ്റെ പിറകുവശത്താണ് കാണപ്പെടുന്നത്. അപ്പം ആ ഒരു വെയിൻ, ആ ഒരു സിര എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അത് വെറുത്ത് തടിച്ച് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ കാലുകളിൽ നിന്നും അശുദ്ധ രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വെയിനുകൾ എന്ന് പറയുന്നത്. അതായത് ഇതിന് പമ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പമ്പിംഗ് സിസ്റ്റം ഒന്നുമില്ല. അത് കൺട്രോൾ ചെയ്യുന്നത് വാൽവുകളാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നമ്മുടെ കാലിലെ വെയിനിൽ നിന്നും അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് വാൽവുകളാണ്, ഈ വെയിനകത്തുണ്ടാകുന്ന വാൽവുകളാണ്. അപ്പോൾ ഈ വാൽവുകൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് കേടുവരിക, അതുപോലെ തന്നെ ഈ വെയിൻ അഥവാ സിരകളുടെ ഭിത്തികൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ കൊണ്ടൊക്കെയാണ് വെരിക്കോസ് വെയിന് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെരിക്കോസ് വെയിനിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് വെരിക്കോസ് വെയിൻ, വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് നമുക്കത് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. തുടക്കം നമുക്ക് അത്ര അറിയില്ല, കുറേ നിന്ന് കഴിഞ്ഞാലുള്ള കടച്ചൽ ഈ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, 1 to 5 എന്നുള്ള രീതിയിലുള്ള സ്റ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് വെരിക്കോസ് വെയിൻ രോഗനിർണയം ഉണ്ടാവുക, അതുപോലെ തന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് വെരിക്കോസ് വെയിൻ ഉള്ളത്, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ഈ രീതിയിലുള്ള 8 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ രാജീവ്, ചീഫ് കൺസൾട്ടൻറ്റ്, അമൻ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്, മുണ്ടിയങ്കാവ്, പരപ്പനങ്ങാടി, മലപ്പുറം. നമുക്കിനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത് നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് വെരിക്കോസ് വെയിൻ, ഞാൻ പറഞ്ഞു, സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ കൂടുതലായിട്ട് ജോലി ചെയ്ത് പല വീട്ടമ്മമാർ നമ്മളെ അടുത്ത് വരുന്നത് കാഫ് മസിലില്, കാലിൻ്റെ പിറകുവശം, ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കാലിൻ്റെ പിറകുവശത്ത് ഭയങ്കര കടച്ചിലാണ് ഡോക്ടറെ, അവിടെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് വരുന്നു, ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഒരുപാട് സ്ത്രീകൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ആണ്. അപ്പം എന്തുകൊണ്ടൊക്കെ വരാം? അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രായം തന്നെയാണ്, ഏജ് ആണ്. അപ്പോൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ വീക്ക് ആവുന്നത് പോലെ നമ്മുടെ കാലിലെ ഈ രക്തക്കുഴലുകളും വീക്കാവും. അപ്പോൾ അതിന് വാൽവിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അവിടെ ചീത്ത രക്തം കെട്ടിക്കിടക്കുകയും അതുവഴി നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാഫിലെ ഈ ഞരമ്പുകൾ തടിച്ച് വീങ്ങി അവിടെ എന്താ പറയുക, ചീത്ത രക്തം കെട്ടിക്കിടന്ന് അവിടുത്തെ ഒരു പ്രഷർ, വീനസ് പ്രഷർ കൂടും. അങ്ങനെയൊക്കെ വഴി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. വെരിക്കോസ് വെയിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. അതായത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കൊക്കെ വെരിക്കോസ് വെയിൻ ഉള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അമിതവണ്ണമാണ്. മൂന്നാമതല്ല, ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അമിതവണ്ണം തന്നെയാണ്. അതായത് വെയിറ്റ് കൂടുതലുള്ളവർക്ക്, ഭാരം കൂടുതലുള്ളവർക്ക് കാഫ് മസിൽസിന് ഭയങ്കര പ്രഷർ അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ നേരം നിൽക്കുകയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അവിടുത്തെ വെയിൻ്റെ വാല്വുകൾക്കൊക്കെ പ്രശ്നം വരികയും അത് ക്രമേണ വെരിക്കോസ് വെയിനിലേക്ക് നയിക്കുക കൂടി ചെയ്യും. അടുത്ത കാരണം എന്ന് പറയുന്നത് ഇമ്മൊബിലിറ്റിയാണ്. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുക, അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക, ഇതൊക്കെ ഒരു കാരണമാണ് ഈ വെരിക്കോസ് വെയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരേ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോളിയസ് എന്ന് പറയുന്ന ഒരു കാഫ് മസിൽ ഉണ്ട് നമുക്ക്, സോളിയസ്. അപ്പോൾ ഈ സോളിയസ് മസിൽസിന് നമ്മൾ പൊതുവെ പറയാതെ നമ്മൾ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഹാർട്ടിനെ പോലെ തന്നെ നമ്മുടെ താഴത്തെ ബ്ലഡൊക്കെ എഗനിസ്റ്റ് ഗ്രാവിറ്റിക്ക് എതിരായിട്ട് ഈ വാൽവിലൂടെ നമുക്ക് ഈ ചീത്തരക്ത ഹൃദയത്തിലേക്ക് തിരിച്ച് പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മസിൽസാണ്
സോളിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൺട്രാക്ഷൻ കൊണ്ടാണ് ഇത് തിരിച്ച് ഈ ചീത്ത ബ്ലഡൊക്കെ പമ്പ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെയാണ് കാഫ് മസിൽസ് കൺട്രാക്ട് ചെയ്യുക. അതേപോലെ കാഫ് മസിൽസിൻ്റെ ഒരേ ഭാഗത്ത് ഇരിക്കുക, ഒരേ ഭാഗത്ത് തന്നെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ കാഫ് മസിൽസ് കൺട്രാക്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചീത്ത രക്തം അവിടെ തന്നെ കെട്ടിക്കിടക്കും. കാഫ് മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കാഫ് മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ചീത്ത രക്തം തിരിച്ച് വാൽവ് ഓപ്പൺ ആവുകയും അത് ഹൃദയത്തിലേക്ക് പോവുകയും ചെയ്യും. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ഈ വെരിക്കോസിനൊക്കെ കൂടാൻ കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് പ്രഗ്നൻസി പീരീഡിലാണ്. സ്ത്രീകൾക്കൊക്കെ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രഷർ, നമ്മുടെ വയറിൻ്റെ ആ ഒരു പ്രഷർ താഴത്തെ ഒരു മെയിൻ സിരയായ ഇൻഫീരിയർ വീന കാവയിൽ അനുഭവപ്പെടുകയും അത് ക്രമേണ താഴെയുള്ള നമ്മുടെ കാലിലെ വെയിന് സിരകൾക്ക് അനുഭവപ്പെടുകയും അവിടുത്തെ പ്രഷർ മർദ്ദം കൂടുകയും അതൊരു വാൽവിലെ കംപ്ലൈൻറ്റ്സിന് വന്നിട്ട് വെരിക്കോസ് വെയിനിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വയറിലൊക്കെ ഉണ്ടാകുന്ന ചില മുഴകളുണ്ട്. വയറിലുണ്ടാകുന്ന മുഴകൾ, ഓവറിയൻ ട്യൂമർ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും വയറിനകത്തെ പ്രഷർ കൂടുകയും അതുവഴി നമ്മുടെ കാഫ് ഭാഗത്തെ വെയിനിന് ബുദ്ധിമുട്ട് വരികയും വെരിക്കോസ് വെയിനിലേക്ക് നയിക്കുകയും കൂടി ചെയ്യും. ഇനി നമുക്ക് വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാലുവേദനയൊക്കെ ഉള്ളവർക്ക് തനിക്ക് വെരിക്കോസ് വെയിൻ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, തുടക്കത്തിൽ തന്നെ ഈ വെരിക്കോസ് വെയിൻ്റെ ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവാറില്ല. അത് കുറച്ച് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് കുറേ നേരം നിൽക്കുന്ന സമയത്ത് നമുക്ക് കാലിൻ്റെ കാഫ് മസിൽ, നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കാഫിൻ്റെ ആ ഒരു ഭാഗത്ത് കടച്ചിൽ അനുഭവപ്പെടും. അതുപോലെ തന്നെ നീര് അനുഭവപ്പെടും. അതുപോലെ എന്താ പറയുക, ഒരു കുറേ നേരം നിൽക്കുമ്പോൾ ഒരു പ്രഷർ, ഒരു വല്ലാത്തൊരു വേദനയല്ല, ഒരു ഭാരം പോലെ അനുഭവപ്പെടും. ഈ രീതിയിലൊക്കെയാണ് തുടക്കത്തിൽ നമുക്ക് ഉണ്ടാവുക. പിന്നീട് അത് കുറേ നേരം അത് അടുത്ത സ്റ്റേജിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയുക, ഒരു ചൊറിച്ചിൽ, ഈ ചീത്ത രക്തം കെട്ടിക്കിടക്കുകയാണല്ലോ അവിടെ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും. കുറേ കഴിയുമ്പോൾ അവിടെ ഒരു കളർ വ്യത്യാസം, അവിടുത്തെ വെയിനിന് പ്രഷർ കൂടിയിട്ട് ഞരമ്പിൻ്റെ തടിപ്പ് ഇങ്ങനെ പുറത്തേക്ക് കാണാൻ തുടങ്ങും. ഒരു പച്ച നില, ഒരു നീല കളർ, ഒരു ചെറിയൊരു ബ്ലാക്കിഷൊക്കെ ആയിട്ട് ഞരമ്പ് തടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ചീത്ത രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. ചൊറിഞ്ഞൊറിഞ്ഞ് ആ ഭാഗത്ത് തൊലി കട്ടിയായി ക്രമേണ അതൊരു എന്താ പറയുക, ചെറിയൊരു കറുപ്പ് കളറിലുള്ള ഒരു ഇറപ്ഷൻ പോലെയൊക്കെ ആയി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളതിനെ വെരിക്കോസ് എക്സിമ എന്നൊക്കെ പറയും. അതൊരു കരപ്പൻ പോലെ ചെറിയൊരു കുരുക്കളൊക്കെ ആയിട്ട് ആ ഭാഗത്ത് വരും. പിന്നീട് അത് ചൊറിഞ്ഞ് നമുക്ക് ഒരു എന്താ പറയുക, ചെറിയ രീതിയിലുള്ള വ്രണങ്ങളിലേക്ക് പോവാം, അൾസറിലേക്ക് പോവാം. പിന്നെ അത് ബ്ലീഡിങ് നമുക്ക് അറിയില്ല. ഇങ്ങനെയുള്ള കൂടുതലായി കഴിഞ്ഞ സമയത്ത് അത് പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഇതിന് ബ്ലീഡിങ് ഒരു വേദനയും ഉണ്ടാവില്ല, അതുപോലെ നമ്മൾ അറിയ പോലും ഇല്ല, പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് വെരിക്കോസ് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തുടക്കം തന്നെ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് ഇത് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് എല്ലാവരും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് വെരിക്കോസ് വെയിനിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ എങ്ങനെയാണ്, അതായത് നമുക്ക് വെരിക്കോസ് വെയിനെ നമുക്ക് 6 സ്റ്റേജ് ആയിട്ട് തിരിക്കും. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 5, സ്റ്റേജ് 6. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ വെരിക്കോസ് വെയിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ 1 to 6 രീതിയിൽ നമുക്ക് സ്റ്റേജസ് ആയിട്ട് തിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ്റെ തുടക്കമാണ്. നമുക്കതിന് സ്പൈഡർ വെയിൻസ് എന്ന് പറയാം. നമുക്ക് ചിലന്തി വലയൊക്കെ പോലെ നമ്മുടെ കാല് നമുക്ക് എല്ലാവരും കാണാറില്ലേ, പുറമെ ഒരു എന്താ പറയുക, ഒരു പച്ച കളറിൽ നമ്മുടെ ഞരമ്പ് ജസ്റ്റ് ഒന്ന് തടിച്ച് നിൽക്കും, എന്നാൽ അവർക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേജാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 എന്ന് പറയുന്നത് നമുക്ക് പുറമെ കാലിൻ്റെ ബാക്കിൽ ഞരമ്പ് തടിച്ചിട്ടുണ്ടായിരിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഞരമ്പ് തടിച്ചിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു കൂടുതൽ നേരം നിൽക്കുമ്പോഴൊക്കെ ഒരു കടച്ചിൽ അനുഭവപ്പെടുക, അതേപോലെ എന്താ പറയുക, ഒരു പ്രഷർ പോലെയൊക്കെ അനുഭവപ്പെടുക. ഇതാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഈ വീക്കവും ഉണ്ടാവും, അതോടൊപ്പം തന്നെ നീരുണ്ടാവും. കാലിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാലൊക്കെ കാലിൽ നീരും കൂടി വരികയാണെങ്കിൽ നമ്മൾ അതിന് 3rd സ്റ്റേജ് എന്നാണ് പറയുന്നത്. കുറേ നേരം നമ്മൾ കാല് പൊക്കി വെച്ചിരിക്കുമ്പോഴൊക്കെ ആ നീര് കുറയുകയൂടി ചെയ്യും. 4ാമത്തെ സ്റ്റേജിലാണ് നമുക്ക് സ്കിന്നിലൊക്കെ കളർ ചേഞ്ച് വരുന്നതാണ് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചീത്ത രക്തം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ആദ്യം ഒരു ചുവപ്പ് കളറായിട്ട് വരും, പിന്നെ അത് ബ്രൗൺ ആവും, പിന്നെ ഒരു ബ്ലാക്ക് കളറായി ഒരു കറുത്ത രീതിയിലുള്ള കളർ. നിങ്ങൾക്ക് വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. ആ ഒരു ഭാഗമൊക്കെ ഒരു ഇരുണ്ട് ഒരു കറുപ്പ് ഡോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കിന്നിൽ ചേഞ്ചസ് വരുമ്പോൾ ഇതിന് നമ്മളൊരു 4th സ്റ്റേജ് ആയിട്ടാണ് പറയപ്പെടുന്നത്.
ഫിഫ്ത്ത് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു അൾസർ ആകും. അതായത് ഈ എക്സിമ പോലുള്ളതൊക്കെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ അൾസർ പോലെ ആവുന്നതിനെയാണ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിക്സ്ത് സ്റ്റേജ് ആകുമ്പോൾ നമുക്കൊരു വലിയ അൾസർ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു നോൺ ഹീലിംഗ് അൾസർ, വെരിക്കോസ് അൾസർ എന്നുള്ള രീതിയിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ നല്ല എന്താ പറയുക ബ്ലീഡിങ്ങും കൂടി ഉണ്ടാകും ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത് നമ്മളൊരു സിവിയറിറ്റി എത്രത്തോളം കൂടുതലാണ് നമ്മുടെ വെരിക്കോസ് വെയിൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് വെരിക്കോസ് വെയിൻ എങ്ങനെ രോഗനിർണയം നടത്താമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെരിക്കോസ് വെയിൻ രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമുക്കറിയാം, നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ മതി. നമുക്ക് ആ വെയിൻ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായിരിക്കും ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് വാൽവിന് എത്രത്തോളം പ്രശ്നമുണ്ട്, വാൽവിന് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, ഡീപ്പായിട്ടുള്ള വെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് കളർ ഡോപ്ലർ സ്കാൻ. കാലിലെ കളർ ഡോപ്ലർ സ്കാൻ ഓഫ് ലോവർ ലിംബ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഏതൊക്കെ വെയിനാണ് പ്രശ്നമുള്ളത് എന്നുള്ളത്, വാൽവിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എക്സസൈസ് ഒന്നും ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിർബന്ധമായിട്ടും വെരിക്കോസ് വെയിൻ ഉള്ളവർ എക്സസൈസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരുപാടുണ്ട്. നമുക്ക് ഹോമിയോപ്പതിയിൽ വെരിക്കോസ് വെയിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതെല്ലാ സ്റ്റേജിലും നമുക്ക് മെഡിസിൻസ് യൂസ് ചെയ്യാം. നമുക്കറിയാം, ഈ തുടക്കത്തെ സ്റ്റേജിലൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഡീപ്പ് വെയിനിനെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്ക് ഒരുപാടുണ്ട്. ഹമാംലിസ്, കൽക്കേരിയ ഫ്ലോർ, ലാക്കസിസ്, ആഴ്സാൽബ്, വൈപ്ര, ഈ രീതിയിൽ ഒരുപാട് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെഡിസിനും കൂടെ കഴിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്താം. അതുപോലെ തന്നെ നമുക്ക് വെരിക്കോസ് എക്സിമയിലേക്കും നല്ല മെഡിസിൻസ് ഉണ്ട്. ആഴ്സാൽബ്, ലാക്കസിസ്, അതുപോലെ തന്നെ ഹൈഡ്രാസ്റ്റിസ്, ഹൈഡ്രോകോട്ടൈൽ, ഈ രീതിയിലുള്ള ഒരുപാട് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ലീച്ച് തെറാപ്പി, അതായത് അട്ട ഘടിപ്പിക്കുന്നത് ഇതിന് എഫക്റ്റീവാണോ? പല ട്രീറ്റ്മെൻറ്റിലും നമ്മൾ കേട്ടിട്ടുണ്ട് അട്ട ഘടിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകും. അത് അട്ട ഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചീത്ത ബ്ലഡ് കെട്ടിക്കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ചീത്ത ബ്ലഡ് കടിച്ചെടുക്കുമ്പോൾ ആ ഭാഗത്ത് വെയിൻ്റെ ഒരു പ്രഷർ കുറയുകയും അതുവഴി വെരിക്കോസ് വെയിൻ താൽക്കാലികമായിട്ട് കുറയും. പക്ഷേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് വാൽവിൻ്റെ പ്രശ്നം, അതുപോലെ വെയിൻ്റെ ഭിത്തികൾക്ക് ഉണ്ടാകുന്ന കുറവൊക്കെയാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ ലീച്ച് തെറാപ്പി ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഇനി നമുക്ക് എന്തൊക്കെ എക്സസൈസ് ആണ് വെരിക്കോസ് വെയിൻ ഉള്ളവർ സിമ്പിളായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട എക്സസൈസാണ് നമ്മളെ ബെഡിൽ കിടന്നിട്ട് നമ്മൾ കാല് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കാല് നമ്മൾ ഭിത്തിയിലേക്ക് പൊക്കി വയ്ക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം കാല് പൊക്കി വെച്ചിരിക്കുക. അങ്ങനെ പൊക്കി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കാൽഭാഗത്തുള്ള അശുദ്ധ രക്തമൊക്കെ വാൽവിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് നേരെ ഹാർട്ടിലേക്ക് തിരിച്ച് പമ്പ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ നമ്മുടെ ആ വീനസ് പ്രഷർ കുറയും, അതുവഴി വെയിൻ്റെ തടിപ്പ് കുറയും, നമുക്ക് വേദനയൊക്കെ താൽക്കാലികമായിട്ട് കുറയും. അപ്പോൾ അത് നമ്മളൊരു 15 മിനിറ്റ് 2 നേരം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു 2 or 3 തലയണ നമ്മുടെ ഹാർട്ടിൻ്റെ ലെവലിൽ നമ്മുടെ കാല് കുറച്ച് പൊക്കി വെക്കണം. 2 or 3 തലയണ നമ്മുടെ കാലിൻ്റെ ആ ഭാഗത്ത്, കാഫ് മസിൽസിൻ്റെ ഭാഗത്ത് വെക്കുക. അപ്പോൾ അതും ഒന്ന് നമ്മുടെ ആ കാഫ് റീജിയൻ, കാലിൻ്റെ ഭാഗം നമ്മൾ ഹൃദയ ഭാഗത്തു നിന്നും പൊങ്ങി നിൽക്കുമ്പോൾ ആ ചീത്ത രക്തം തിരിച്ച് ഇതിലേക്ക് പമ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സിമ്പിൾ എക്സസൈസ് ആണ് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്. വെരിക്കോസ് വെയിൻ ഉള്ളവർ ചെയ്യേണ്ട 2 സിമ്പിൾ വ്യായാമമാണ്. ഒന്ന് നമ്മുടെ ലെഗ് ലിഫ്റ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ബെഡിൽ കിടന്നിട്ട് നമ്മൾ കാല് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കാല് പൊക്കി വയ്ക്കുക, എന്നിട്ട് 15 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ലെഗ് ലിഫ്റ്റ് എന്നാണ് പറയുന്ന എക്സസൈസിൻ്റെ പേര്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ബൈസൈക്കിൾ എക്സസൈസ്, അതായത് ബൈസൈക്കിൾ ലെഗ് എന്ന് പറയും. ബൈസൈക്കിൾ എക്സസൈസ് അതായത് നമ്മൾ കിടന്നിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ കാല് ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു 10 മിനിറ്റോളം ചെയ്യുന്നതും അത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതാണ്, നമ്മുടെ സോളിയസ് മസിൽസ്, കാഫിലെ മസിൽസായ സോളിയസ് മസിൽ കൺട്രാക്ട് ചെയ്യുകയും അതുവഴി ചീത്ത ബ്ലഡ് നമുക്ക് തിരിച്ച് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുകയും അതുവഴി നമുക്ക് ആ വെയിനിൽ ഉണ്ടാകുന്ന പ്രഷർ കുറയും, ആ തടിപ്പൊക്കെ കുറയുന്നതാണ്. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളവർ ഒരുപാട് പേരുണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പോൾ അവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്കറിയാം ഹോമിയോപ്പതിയിൽ വെരിക്കോസ് വെയിൻ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്ക സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. അപ്പോൾ ഇത് ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.